Good morning. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. This is the most practical method of redemption. Under this method, the company can redeem the preference shares partly from the fresh issue and partly out of revenue profit or undistributed profit. ഈ ഒരു കേസിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ക്യാപിറ്റൽ തിരികെ കൊടുക്കുന്നത് പകുതി ഫ്രഷ് ഇഷ്യൂ ചെയ്തുകൊണ്ടും പകുതി പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഒരു സെർട്ടൈൻ പീരീഡ് എത്തിക്കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു എമൗണ്ട് നമ്മൾ റീപേ ചെയ്യും. അതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് പകുതി എമൗണ്ട് കണ്ടെത്തുന്നത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടും ബാക്കി പകുതി റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിച്ച് കൊണ്ടുമാണ്. ആ ഒരു കേസിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിറ്റർമിൻ ദ റിഡംഷൻ എമൗണ്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. റിഡംഷൻ എമൗണ്ട് എത്രയാണെന്ന് ആദ്യം കണ്ടെത്തും. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് ആദ്യം ഡിറ്റർമിൻ ചെയ്യാം. ദെൻ സെക്കൻഡ്, ഡിസൈഡ് ദ പോർഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ. എത്രയാണ് ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് നമ്മൾ റിഡീം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ എത്രയാണ് ചെയ്യുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ തേർഡ്, അസർട്ടൈൻ ദ എമൗണ്ട് ടു ട്രാൻസ്ഫർഡ് CRR അക്കൗണ്ട് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. മൂന്നാമത്തെ കേസ്, CRR അക്കൗണ്ടിലെ പ്രോഫിറ്റിൽ നിന്ന് എത്ര എമൗണ്ടാണ് CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് അസർട്ടൈൻ ചെയ്യും. ഈ 3 സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. X Limited has part of its share capital 1000 redeemable preference shares of ₹100 each. The shares have now become due for redemption. ഇപ്പോൾ കമ്പനിയുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർ എത്രയാണ്? 1000 പ്രിഫറൻസ് ഷെയർ ആണല്ലേ. 1000 പ്രിഫറൻസ് ഷെയറിന് ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ₹100 ആണ്. ഓക്കെ, 1000 redeemable preference shares of ₹100 each. ഇതിപ്പോൾ റിഡംഷന് ഡ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിഡംഷൻ എമൗണ്ട് എത്രയാണ് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. റിഡംഷൻ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റിഡംഷൻ ചെയ്യേണ്ട ഷെയർ 1000 റുപ്പീസ് ആണ്. 1000 ഷെയർസ് ആണ്. 1000 ഷെയറിന് ഒരു ഷെയറിൻ്റെ വാല്യൂ 100 രൂപയാണെങ്കിൽ റിഡംഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 1000 × 100 ആണ്. എത്രയാ? 1,00,000 റുപ്പീസ് ആണ് റിഡംഷൻ എമൗണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദ കമ്പനീസ് റിസർവ് ഫണ്ട് എമൗണ്ട് ടു 75,000. കമ്പനിയുടെ റിസർവ് ഫണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട്? 75,000 റുപ്പീസ് റിസർവ് ഫണ്ടിലുണ്ട്. ഓക്കെ, 50,000 out of which has been desired to be utilized in connection with the redemption. ഇതിലെ 50,000 റുപ്പീസ് അവർ റിഡംഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. 50,000 റുപ്പീസ് റിസർവ് ഫണ്ടിലുള്ളതാണ്. റിസർവ് ഫണ്ടിൽ എന്ന് പറയുമ്പം അത് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതിൽ 50,000 ഓഫ് വിച്ച് ഹാസ് ബീൻ ഡിസൈഡ് ടു ബി യൂട്ടിലൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് റിഡംഷൻ. The balance being met out of fresh issue of sufficient number of equity shares of ₹20 each fully paid up. അപ്പോൾ 50,000 പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കി ബാലൻസ് എമൗണ്ട് ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ടാണ്, ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടാണ് ബാക്കിയുള്ള എമൗണ്ട് കണ്ടെത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 റുപ്പീസാണ്. You are requested to give the journal entries recording the above transactions. ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണ് നിങ്ങളോട് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ റിഡംഷൻ എമൗണ്ട് ഡിസൈഡ് ചെയ്യണം. ദെൻ എത്ര ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നു, ദെൻ CRR അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ പറ്റും അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ്
റിഡംഷൻ എമൗണ്ട് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റിഡീംഡ് 1000 ഇൻറ്റു 100. അപ്പം 1 lakh റുപ്പീസാണ് റിഡംഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരികെ കൊടുക്കേണ്ട എമൗണ്ട് 1 lakh റുപ്പീസാണ്. ഇതിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നത് 50,000 ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 50,000 ഓഫ് decided to utilize in connection with the redemption എന്ന്. So redemption out of profit is equal to 50,000. അപ്പോൾ ഇനി എത്ര എമൗണ്ട് ആണ് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ചെയ്യേണ്ടത്? സോ ദ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് 50,000 ആണ്. 50,000 ആണ് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഷെയർ ചെയ്തുകൊണ്ട് കണ്ടെത്തേണ്ടത്. അപ്പോൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണമെന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. സോ ദ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ഈസ് ഈക്വൽ ടു 50,000 ഡിവൈഡഡ് ബൈ 20, ദാറ്റ് ഈസ് 2,500 ഷെയർസ്. 2500 പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു 50,000 റുപ്പീസ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ആദ്യം വർക്കിംഗ് നോട്ടായിട്ട് കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യുക, ജേർണൽ എൻട്രീസ് പാസ് ചെയ്യും. ഫസ്റ്റ് ജേർണൽ എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ആണ്. സോ ദ എൻട്രി വിൽ ബി റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു CRR അക്കൗണ്ട്. CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് 50,000 റുപ്പീസ്. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഫ്രഷ് ഇഷ്യൂ ഷെയർ ഇഷ്യൂസിൻ്റെ സമയത്ത് പാസ് ചെയ്യേണ്ട എൻട്രിയാണ്. ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യേണ്ട എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. 2,500 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. 2,500 ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 20 രൂപയ്ക്കാണെങ്കിൽ ബാങ്കിൽ റിസീവ് ആവുന്ന എമൗണ്ട് 50,000 റുപ്പീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്രയാണ് റിഡംഷൻ എമൗണ്ട്? 1 lakh റുപ്പീസ് അല്ലേ. 1 lakh റുപ്പീസ് ആണ് ഡ്യൂ ആവുന്ന എമൗണ്ട്. ദ ലാസ്റ്റ് എൻട്രി വിൽ ബി പേയ്മെൻറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആയ എമൗണ്ട് 1 lakh റുപ്പീസ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നു. 1 lakh റുപ്പീസ് ഡെബിറ്റ് ചെയ്തു, ദെൻ ടു ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു എൻട്രിയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ സോൾവ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഫസ്റ്റ് ചെയ്ത് വെക്കും, അതിനുശേഷം എൻട്രി പാസ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.